കണ്ണൂരിലെ കോട്ടകളിലുണ്ടായ വലിയ തോൽവിയുടെ ആഘാതത്തിലാണ് CPM. എന്ന് വെച്ചാൽ എല്ലാവിധ ആയുധങ്ങളും തന്ത്രങ്ങളും ഒക്കെ പാളുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാറ്റിനും ഒടുക്കം തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച TK ഗോവിന്ദൻ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ കാണുകയും വൈകാരികമായ ചില മുഹൂർത്തങ്ങളും പ്രതികരണങ്ങളും ഒക്കെ അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ നിരാശയുടെ നിമിഷങ്ങളിൽ CPM കേന്ദ്രങ്ങളിലും സൈബറിടങ്ങളിലുമൊക്കെ കോടിയേരിയെക്കുറിച്ചും P ജയരാജനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരു നവീകരിക്കുന്ന പാർട്ടിയെ നയിക്കാൻ P ജയരാജൻ വരുമോ, കോടിയേരിയുടെ അഭാവം ആ പാർട്ടിയെ എത്ര കണ്ട് ബാധിച്ചു എന്ന കാര്യങ്ങൾ കൂടി സംസാരിക്കുകയാണ്. രാജു, സൈഫുദ്ദീൻ P ജയരാജൻ നയിക്കാൻ വരുമോ എന്നൊക്കെയാണല്ലോ സൈഫ് ഇപ്പോൾ ചോദിച്ചത്. ഞാൻ P ജയരാജൻ്റെ 2 വരി വായിക്കാം. കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി വ്യവസ്ഥയിൽ ഏർപ്പെടുമ്പോൾ പലതരം ജീർണതകൾ കടന്നുവരും. അത്തരം ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കും. ഇങ്ങനെയൊക്കെ പ്രത്യയശാസ്ത്രം വിവരിച്ച ശേഷം പിന്നെ അവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് അറിയോ? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതൊന്നും പ്രകടിപ്പിക്കരുത് എന്നാണ്. അതായത് പാർട്ടി ഇപ്പോഴും ഇരുമ്പ് മറയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. ആദ്യം പറഞ്ഞത് എന്തോ കുത്തി പറഞ്ഞ പോലെ ഉണ്ട്. ആദ്യം പറഞ്ഞതെല്ലാം കുത്തി പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഇതൊന്നും വെക്കരുത് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് മറയിൽ അവർ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അച്ചടക്കത്തിൻ്റെ വാളോങ്ങി എല്ലാം അടക്കി വെക്കാമെന്ന വ്യാമോഹമൊന്നും ഇക്കാലത്ത് നടക്കില്ലെന്ന് തളിപ്പറമ്പും പയ്യന്നൂരും തെളിയിച്ചു കഴിഞ്ഞു. പാർട്ടി വരച്ച വരയിലൂടെ മാത്രം നടന്നിരുന്ന മനുഷ്യർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് എന്താണ് ചെയ്തതെന്ന് പാർട്ടി ഇനിയെങ്കിലും തിരിച്ചറിയുക. അവിടെയാണ് കോടിയേരിയെ പോലെ ഉള്ള ഒരു നയതന്ത്രജ്ഞനെ ഇപ്പോൾ CPM അണികൾ ഓർക്കുന്നത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ മർമ്മം ഉന്നയിക്കുന്നവരെ മുഴുവൻ പാർട്ടി വിരുദ്ധരായും വർഗശത്രുക്കളായും മുദ്രകൊത്തി തള്ളിക്കളയുന്നതിന് പകരം അവരെ കേൾക്കാനും അവരെ ചേർത്ത് നിർത്താനുമുള്ള സമീപനം കോടിയേരിയുടെ കാലത്തുണ്ടായിരുന്നു എന്നാണ് CPM അണികൾ പറയുന്നത്. അതായത് നേതൃത്വത്തിൻ്റെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാനുള്ള ആർജവം ഇപ്പോഴത്തെ നേതാക്കൾക്ക് കൈമോശം വന്നിട്ടുണ്ട്. അത് ഈ CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് വരെ കൈമോശം വന്നിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. പിന്നെയല്ലേ സാധാരണപ്പെട്ട അണികൾ ഇപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചതാണല്ലോ, അണികളെ കേൾക്കും, അവർക്ക് ധൈര്യപൂർവ്വം പറയാം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള ശേഷി CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടോ? പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി നിങ്ങളാണ് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയും. പിന്നെയല്ലേ ഇനി അണികളുടെ മുന്നിൽ MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ പോയിരുന്ന പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് TK ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുലംകുത്തി എന്ന് ഞങ്ങൾ വിളിക്കില്ല എന്ന് പറയുന്നുണ്ട് കോടിയേരിയുടെ ഭാര്യ. ആ ആർജവമെങ്കിലും മിനിമം ഈ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എങ്കിലും കാണിക്കണം, എങ്കിലേ ഈ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. ഇന്നലെ VSൻ്റെ മകൻ അരുൺകുമാർ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു, ജനങ്ങളുടെ പൾസ് അറിയാൻ നേതാക്കൾക്ക് കഴിയണം, തൻ്റെ അച്ഛൻ അതിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അത് അല്ലാതെ ഇപ്പോൾ ഇന്ന് സംഭവിച്ചതുപോലെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഒളിച്ചോടിക്കഴിഞ്ഞാൽ ആര് P ജയരാജനല്ല, ഗോവിന്ദന് പകരം വേറൊരാൾ വന്നാലും ഒന്നും ഇത് മറികടക്കാൻ പോകുന്നില്ല. സിദ്ധാന്തങ്ങൾക്കപ്പുറം ജനമനസ്സ് തൊട്ടറിയുക എന്നൊരു പരിപാടിയുണ്ട്, അത് നടക്കണം. അല്ലാതെ ജനം വോട്ട് ചെയ്യാതെ വരുമ്പോൾ മുണ്ടക്കൈയിലെ ജനങ്ങളെ ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് അവർ നന്ദികേട് കാണിച്ചു എന്ന് പറയുന്ന സൈബർ സഖാക്കളുടെ നിലവാരത്തിലേക്ക് പാർട്ടി കൂടി പോയാലുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ കോടിയേരിയും P ജയരാജനും ഇന്ന് CPM നേരിടുന്ന പ്രതിസന്ധികളുടെ പരിഹാരത്തിനുള്ള 2 പ്രതീകങ്ങളാണ്. എന്താണ് കോടിയേരി മുന്നോട്ട് വയ്ക്കുന്ന പ്രതീകം എന്ന് ചോദിച്ചാൽ, കോടിയേരി പാർട്ടിയുടെ ഇന്നർ പൊളിറ്റിക്സിൽ, അതായത് ആഭ്യന്തരമായ തർക്കങ്ങളിൽ, ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ അണികളെ കേൾക്കുന്ന, കീഴ് നേതൃത്വത്തെ കേൾക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ കോടിയേരിയുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും അറിയാം, അദ്ദേഹം വളരെ സൗമ്യനും നല്ല കേൾവിക്കാരനുമാണ്. നല്ല ഡെമോക്രാറ്റായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് ലീഡറാണ്. ഡെമോക്രാറ്റ് എന്ന് പറയുന്നത് എതിരെ നിൽക്കുന്ന ആൾ പറയുന്നത് കേൾക്കും, അത് ശ്രദ്ധയോടെ കേട്ട് നിൽക്കുന്ന, അതിനോട് സൗമ്യമായി പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലപാട് വിശദീകരിക്കുക കൂടി ചെയ്യും, നിലപാടും വിശദീകരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഈ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ആളുകൾക്ക് അപ്രോച്ചബിൾ ആയിരുന്നു. അതായത് ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുകയെങ്കിലും ചെയ്യും. അത് MV ഗോവിന്ദൻ വന്നതിന് ശേഷം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി, സഖാക്കളുടെ രഹസ്യമായ പരാതി. ഇതൊക്കെ സഖാക്കൾ രഹസ്യമായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, പക്ഷെ പുറത്ത് പറയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഗോവിന്ദ മാസ്റ്റർ വന്നതിന് ശേഷം ആ ഒരു വിൻഡോ അടഞ്ഞുപോയി. അതാണ് കോടിയേരി ആളുകൾ മിസ് ചെയ്യുന്നത്, പലപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട്. P ജയരാജൻ എന്ന് പറയുന്നത്, P ജയരാജൻ പാർട്ടിയിൽ വളർന്നു വരുന്ന പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെയും അതുപോലെ അധികാരദുരയുടെയും അഴിമതിയുടെയും ആ 3 പ്രതിസന്ധികൾക്കെതിരായി പകരം വയ്ക്കാവുന്ന ഒരു സിമ്പലാണ് P ജയരാജൻ. P ജയരാജൻ വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്.
അദ്ദേഹം മറ്റുള്ള നേതാക്കളുടെയൊക്കെ മക്കൾ ഉന്നത നിലയിൽ വിരാജിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പണിയെടുത്ത് ജീവിക്കുകയാണ്. അപ്പോൾ പാർട്ടിയിൽ വളർന്നു വരുന്ന മധ്യവർഗ സ്വഭാവം, ബൂർഷ്വാ സ്വഭാവം, അതിനെതിരെ വയ്ക്കുന്ന ഒരു സിമ്പലാണ് പി ജയരാജൻ. പക്ഷേ ഇത് രണ്ടുകൊണ്ടും ജയരാജൻ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട്, അല്ലെങ്കിൽ കോടിയേരിയെ പോലെ മറ്റൊരാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടോ ഇന്ന് CPM നേരിടുന്ന പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കപ്പെടില്ല. അതെന്താണ്? അവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളിരിക്കുകയാണ്. ഇപ്പോൾ പി ജയരാജൻ വരുന്നത് പിണറായി വിജയൻ്റെ കസേരയിലേക്കാണെങ്കിൽ അതും ഒരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ വളരെ ലളിത ജീവിതം നയിക്കുന്ന, ഒട്ടും അഴിമതി ചെയ്യാത്ത ഒരു ഏകാധിപതിയാണ് ആ പാർട്ടി നയിക്കുന്നെങ്കിലും അതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ യഥാർത്ഥ പ്രശ്നം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പാർട്ടി അണികൾ തന്നെയാണ്. നിർഭയമായി സംസാരിക്കാമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർഭയമായി പറയുക എന്ന് സഖാക്കളോട് പറയാം. അപ്പോൾ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പിണറായിയുടെ അനുമതിയില്ലാതെ ജയരാജൻ വരുമോ, മറ്റാരെങ്കിലും വരുമോ ഒക്കെ കാത്തിരുന്നു. നമുക്ക്